നമ്മുടെ ഒരു സഹോദരനാണ് ശ്രീനിയുടെ സ്വന്തം യൂട്യൂബ് ചാനലാണ് വ്യൂ ഫൈൻഡർ. അപ്പോൾ എല്ലാവരും കയറുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും ആശംസകളും പ്രാർത്ഥനകളും ഉണ്ടാകും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ റാന്നി വരെ പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ സ്വന്തം മീനുകുട്ടിയുണ്ട്, പിന്നെ വെയിച്ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മളിന്ന് ട്രാവൽ വീഡിയോ അല്ല ചെയ്യുന്നത്, നമ്മളൊരു കടയുടെ ഉദ്ഘാടനത്തിന് പോവാണ്. അപ്പോൾ എന്താണെന്ന് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോൾ കോന്നി ടൗണിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം എടുക്കും നമുക്ക് റാന്നി ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കോന്നി ടൗണിലായിട്ടുണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിലാണ് കോന്നി മാർക്കറ്റ് വരുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് നേരെ പോകുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് നമ്മുടെ താഴെയാണ്. ഇപ്പോൾ KSRTC സ്റ്റാൻഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് സെൻട്രൽ ജംഗ്ഷനാണ്. ഇവിടുന്ന് റൈറ്റോട് മെഡിക്കൽ കോളേജിൽ പോകുന്ന റൂട്ടും നേരെ പത്തനംതിട്ടയും, ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതും പത്തനംതിട്ട ആനക്കൂട് റൂട്ടൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് നേരെയാണ്. ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് തിങ്കളാഴ്ചയല്ലേ? ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് ഓർമ്മയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ വന്ന് വളരെ ലേറ്റായിട്ട് വന്ന് കിടന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആനക്കൂടിലേക്ക് പോകുന്ന റൂട്ട്. അപ്പോൾ ആനക്കൂടിലേക്ക് വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലാത്തവരെ വീഡിയോ ഒന്ന് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും ഇനി റാന്നി ചെന്ന് കഴിഞ്ഞിട്ട് കൂടുതൽ കാഴ്ചകൾ കാണാം. മണിയിലൊന്ന് കുത്തണേ. ഞങ്ങളുടെ കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒന്നിച്ച് കാണണം എന്നുള്ളത്. ഞാൻ മീനുട്ടി ലൈവ് വരുമ്പോൾ മിക്കവാറും മീനുകുട്ടിയുടെ അടുത്ത് പറയും മീനുട്ടി ഒരു ദിവസം കാണാന്നുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ മീനുട്ടിയും വിചാരിച്ചില്ല. മീനുട്ടി വിചാരിച്ചില്ല, ഞാനും വിചാരിച്ചില്ല ഇത് കാണാൻ പറ്റുമെന്നുള്ളത്. ഞാൻ പറയാം, നമ്മുടെ മീനുട്ടിക്ക് ഒരു ചാനലുണ്ട് ചേട്ടനും കൂടെ. അപ്പൊ അതിന്റെ പേര് സൈഗോസ് വിഷൻ എന്നാണ്. നിങ്ങള് അത് തന്നെ വിഷൻ. അപ്പൊ നിങ്ങള് തുള്ളിമാനൂരുള്ള നല്ല അടിപൊളി കാഴ്ചകൾ നിങ്ങൾ കാണണമെങ്കിൽ സൈഗോസ് വിഷൻ ചാനൽ ഒന്ന് കാണുക. കുറച്ച് ദിവസമായിട്ട് വീട്ടിലെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. എന്നാലും അവിടെയുള്ള ഓരോ മണൽത്തിരി അരിച്ച് പുറക്കി എടുത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കാണുക. നിങ്ങൾ ചുള്ളിമാനൂർ വന്നിട്ട് ക്രിസ്ത്യാജ് ഓട്ടോ വരയ്ക്കാൻ മതി, അപ്പം ആളെ കിട്ടും. അപ്പം നമ്മളെ സൈഗോസ് വിഷനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അവരുടെ വീഡിയോകൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ചർച്ച ഉണ്ട്. അതിൻ്റെ പേര് സെൻറ്റ് മേരീസ് കാനായ കുരിശുപള്ളിയാണ്, വൈക്കം റാന്നി. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഒരു വനജ ടീച്ചറിൻ്റെ തയ്യൽക്കട വരുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. ഇനി അങ്ങോട്ട് പോയി നമുക്ക് അവരുടെ അടുത്തൊന്ന് കാണണം, അവരെ ഒന്ന് കാണണം. എന്താ തുടങ്ങിയത്? ചായക്കട, ബ്യൂട്ടി പാർലർ. സ്മിതേഷ് ചേട്ടൻ. അപ്പോൾ ഈ രണ്ട് കട ഇപ്പം നമ്മൾ ഇന്നത്തെ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പറയുന്ന ബ്യൂട്ടി പാർലറാണ്. വനജ ടീച്ചറിൻ്റെ തയ്യൽക്കട നേരത്തെ ഉദ്ഘാടനം ചെയ്തിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് രണ്ടാമത് ഉദ്ഘാടനം ചെയ്തത്. എവിടെ ഇരിപ്പുണ്ട് സജിത? നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. നമ്മുടെ ഹരിച്ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടാ നമസ്കാരം. ഒന്നുമില്ല ചേട്ടാ, നമസ്കാരം. കാണാൻ വേണ്ടി. എൻ്റെ പേര് ശ്രീനി എന്നാണ്.
ശ്രീനി എന്നാണ് പേര്. ശ്രീനി. ആ, ഇവിടെ എവിടെ? കോന്നിയാണ്. കോന്നിയിലോ? ആ, കോന്നിയില. ആ വിളി കേട്ടിട്ടാ ആരാ പൊട്ടിച്ചത്? അത് പൊട്ടിച്ചല്ല അവരൊന്നും കൂടെ ഉള്ളായിരുന്നു. പുതിയ സംരംഭം നമ്മൾ തുടങ്ങിയാണ്. നമ്മുടെ ഒരു സഹോദര സ്ഥാപനം ഉദ്ഘാടനം ചെയ്യണം. നിങ്ങളുടെ കൂടെ കേട്ടോ. വാ, ഉമ്മ വാ. എല്ലാവരും ഇവിടെ വന്ന് ഇവിടെ കൂടി എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞങ്ങളുടെ ഒരു പുതിയ സ്ഥാപനം അത് ഞങ്ങളുടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ ഒരു സഹോദര സ്ഥാപനമാണ്. കാരണം തൊട്ടപ്പുറത്ത് വനജ ടീച്ചറുടെ തയ്യക്കടകൾ വന്നുകൊണ്ട് ഇത് നമ്മുടെ സഹോദര സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെയല്ല, വിദേശ നമ്മുടെ ഉച്ച സുഹൃത്തും ഞങ്ങളെ കൊണ്ടപ്പോൾ നമ്മുടെ ഒരു വഴികാട്ടിയാണ്, ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ, അദ്ദേഹത്തിൻ്റെ എല്ലാം എൻ്റെ കൂടെ സഹോദരിമാർ നടത്തുന്ന ഈ ഒരു സ്ഥാപനത്തിന് എൻ്റെ എല്ലാവിധമായ ആശംസകളും അതുപോലെ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, നല്ല വർക്കുകൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വന്നു കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഇങ്ങനെ ഒരു സ്ഥാപനം ഈ വൈക്കത്തെ സ്ഥാപിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവമാണ് ഈ മുഖാന്തരം ഒരുക്കിയത്. ഏറ്റവും നല്ല വർക്ക് കിട്ടട്ടെ, ഏറ്റവും നല്ല ഭംഗിയായിട്ട് മുൻപോട്ട് പോകട്ടെ. നീ അവരെടുത്തോളൂ, നീ പ്ലേറ്റ് നീട്ടിയാൽ മതി. ഒരു പ്രശസ്തനായിട്ടുള്ള ഒരാളോട് വന്നിട്ടുണ്ട്. നിരവധി TV ചാനൽ, അമൃത, മടവിൽ മനോരമ, ഫ്ലവേഴ്സ് എന്നീ ചാനലുകളിൽ വികർഷണം ചെയ്യുന്ന വിനു നവോദയാണ് നമുക്കിന്നിവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹം നമ്മുടെ ഒരു കടയെക്കുറിച്ച് രണ്ടു വാക്ക്. പരിപാടിയുടെ കാര്യം പറഞ്ഞു, നമ്മുടെ സ്റ്റേജ് ഷോയുടെ കാര്യം പറയാനല്ല, ആശംസ പറയാനാണ്. സ്റ്റേജിൽ കയറി ഈ പരിപാടിയല്ല കാണിക്കുന്നത്. ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് സ്മിതേഷിന്റെ സഹോദരങ്ങളായ ഫെയ്ത്തിന്റെ സ്മിതയുടെ പുതിയ സ്ഥാപനം എന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ സ്ഥാപനത്തിന് എൻ്റെ എല്ലാവിധമായ ആശംസകളും. നമ്മുടെ നാടിലെ എല്ലാവരും ഇവിടെ വരണം, സഹകരിക്കണം. നന്ദി, നമസ്കാരം. അപ്പോൾ നമുക്ക് നമ്മുടെ ഉദ്ഘാടനത്തിന്, നമ്മുടെ ഈ ഉദ്ഘാടനത്തിനായിട്ട്
മറ്റൊരാളോട് വന്നിട്ടുണ്ട്. സിംഗറാണ്, പ്രദീപ് ചിറ്റാണ്. നിരവധി ആൽബങ്ങളിൽ ഇപ്പം ഒരുപാട് സ്റ്റേഷനുകളുടെ സുപരിചിതനായിട്ടുള്ള പ്രദീപ് ചിറ്റാറിനെ രണ്ടു ഹായ് നമസ്കാരം, ഞാൻ പ്രദീപ് ചിറ്റാറ്. നമ്മുടെ സുഹൃത്തായ സുരേഷ് ചേട്ടൻ്റെ പെങ്ങളും ചേർന്നൊരു പുതിയ സംരംഭം, ഞങ്ങളെ കൂട്ടുകാരി ചേർന്ന് പുതിയ സംരംഭം ഇവിടെ റാന്നി വൈക്കം ജംഗ്ഷനിൽ തുടങ്ങി. ഫെയ്ത്ത് ആൻഡ് ബ്യൂട്ടി അല്ലേ, ബ്യൂട്ടി വേൾഡ്. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒപ്പം ചെറിയൊരു ഗാനം കൂടെ ആലപിക്കുകയാണ്. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക. എൻ്റെ പേര് ഫെയ്ത്ത്. ഞാനിവിടെ മന്ദിരമണി വെഡിങ് ബ്ലോക്ക് ബ്രീഡിംഗ് സെൻറ്ററിലായിട്ട് വൈക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയൊരു ബ്രൈഡലിൻ്റെ ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും വരണം, സഹകരിക്കണം, പ്രാർത്ഥനയിലൊക്കെ ഓർക്കണം. ഇവിടെ ആണെങ്കിൽ ലേഡീസിൻ്റെ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. മേക്കപ്പ്, ഫേഷ്യല്, ഹെന്ന, സ്പായ എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാവരും വരണം, തീർച്ചയായിട്ടും വരണം, സഹകരിക്കണം, പ്രാർത്ഥനയിൽ ഓർക്കണം. നമ്മുടെ പ്രിയ സുഹൃത്തുക്കളാണ്, എൻ്റെ അനിയത്തിമാരാണ്. അപ്പോൾ ഇവരിവിടെ കട തുടങ്ങണമെന്ന് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിവിടെ നോക്കാം, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു. ഇവർ നല്ല പ്രൊഫഷണലായിട്ട് വർക്കുകളൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഹരിച്ചേട്ടൻ്റെ തയ്യൽക്കടയാണ്. നമ്മൾ ആദ്യം കാണിച്ചിരുന്നു വനിത ടീച്ചറിൻ്റെ തയ്യൽക്കടയാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അന്ന് നമുക്ക് വരാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലെ തുണി തയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടും. ചെറിയ വിലക്കുറവിലൊക്കെ നമുക്ക് ചെറിയ നൈറ്റുകളൊക്കെ ഇവിടെ ലഭ്യമാണ്. ഒപ്പം തന്നെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് ഉദ്ഘാടനം ചെയ്ത ആ ഒരു ബ്രൈഡൽ ബ്യൂട്ടി പാർലറുള്ളത്. അപ്പോൾ ഇത് രണ്ടും തൊട്ടടുത്തടുത്ത മുറികളിലാണ്. അപ്പോൾ ഇപ്പോൾ കാണുന്നത് നമ്മൾ വനിത ടീച്ചറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഹരിച്ചേട്ടൻ്റെ ഫാമിലിയുടെ തയ്യൽക്കടയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ പൊടിയും കൊച്ചാട്ടൻ്റെ ഒരു ചായക്കട, അത് നമ്മുടെ രാജേഷ് ചേട്ടൻ്റെ, അത് പത്തനാപുരത്തുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. പിന്നെ നമ്മുടെ സുജിത്ത് കുന്നിച്ചേട്ടൻ്റെ ഒരു ഷോപ്പ് കൂടെ ഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ആശംസകളും നമ്മൾ നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.